ഇന്ന് കെ.സി. വേണുഗോപാൽ ആരോപിച്ചത് ഈ റവാഡ ചന്ദ്രശേഖരൻ്റെ നിയമനം അത് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്താണ് എന്നുള്ളതാണ്. മറുപടി അർഹിക്കാത്തതാണ്. കാരണം എങ്ങനെയാണ് DGP-യെ നിയമിക്കുന്നത് എന്ന് രാജ്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും അറിയാം. പിന്നെ കെ.സി. വേണുഗോപാലിനെ മനസ്സിലാവാതിരിക്കുന്നില്ല. സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാനലിൽ നിന്നാണ് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കേണ്ടത്. അത് സ്വതന്ത്രമായ ഏജൻസിയുടെ നമ്മുടെ PSC പോലെ അവർ വേറെ സംവിധാനമാണ് UPSC. അവരാണ് ഇവിടെ 3 ആളുടെ പേര് നൽകുന്നത്. ആ നൽകുന്ന പേരിൽ നിന്നാണ് ഒരാളെ സംസ്ഥാന ഗവൺമെൻറ് മന്ത്രിസഭ തീരുമാനിക്കേണ്ടത്. അതാണ് ഇന്നലെ തീരുമാനിച്ചത്. ആ ഭരണഘടനാപരമായ കാര്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. അതിന് പിന്നെ BJP ആയിട്ടാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഈ പറയുന്ന പോലെ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം മാത്രമാണ് കാണാൻ സാധിക്കുക. അത്രയേ ഉള്ളൂ. ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരിക. ഏറ്റവും മെച്ചപ്പെട്ട ആളായി നോക്കിയിട്ടല്ലേ എടുക്കുക. അതിന് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് മാനദണ്ഡങ്ങളും കാര്യങ്ങളുണ്ടാവും. അത് തീരുമാനിച്ചിട്ടുണ്ട്. അതാ കാര്യം. അല്ല, പാർട്ടി നൽകിയ ക്ലീൻ ചീറ്റ് അനുസരിച്ചിട്ടല്ലല്ലോ സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തീരുമാനിച്ചത് ക്ലീൻ ചീറ്റ് അനുസരിച്ചിട്ടല്ലേ കാര്യങ്ങൾ നയിക്കുന്നത്. അല്ലാണ്ട് പാർട്ടിക്ക് എന്താ ക്ലീൻ ചീറ്റ് കൊടുക്കേണ്ട കാര്യം? DGP നിശ്ചയിക്കുന്നതിൻ്റെ അകത്ത് CPIM-ന് വല്ല തരത്തിലും ക്ലീൻ ചീറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, പി ജയരാജനോ വേറെ ആരുമല്ല പറഞ്ഞു, ഞാനാണ് പറഞ്ഞത്. ഞാനിപ്പോൾ പറയുന്നത് പാർട്ടി ഒരു ക്ലീൻ ചീറ്റും കൊടുക്കേണ്ട കാര്യമില്ല. സെൻട്രൽ ഗവൺമെൻറ്റിനെയും സംസ്ഥാന ഗവൺമെൻറ്റിനെയും ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യമായത്. അത് തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കുന്നത് അവർ 3 പേര് കൊടുത്തു. സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കുന്നത് അതിൽ നിന്ന് ഒരാളെ തീരുമാനിച്ചു. അത് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരാൾ തന്നെയല്ലേ തീരുമാനിക്കുള്ളൂ. അതിനകത്ത് സംശയമുള്ളത്. അതിലൊന്നും പറയുന്നത് യാതൊരു ഇപ്പോൾ രക്തസാക്ഷിയുടെ വ്യക്താക്കളല്ലേ ഇവരല്ലേ അന്ന് കൊന്നത്. അല്ലാണ്ട് രവതാ ചന്ദ്രശേഖരന് പോലെ ആരുമല്ലല്ലോ കൊന്നത്. ഈ UDF-ൻ്റെ ഭരണത്തിലല്ലേ ഞങ്ങളുടെ 5 സഖാക്കൾ കൊന്നത്. അന്ന് മറന്നു പോകണ്ട കേട്ടോ. ചോദിക്കുമ്പോൾ അത് നല്ലപോലെ ധാരണ വേണം. UDF-ആണ്, UDF-ൻ്റെ ഗവൺമെൻറ്റാണ്. ഉമ്മൻചാണ്ടിൻ്റെ അന്നത്തെ അല്ല എല്ലാ സന്ദർഭത്തിലും അന്ന് കരുണാകരൻ്റെ ഗവൺമെൻറ് അല്ല മറ്റേ UDF-ൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് സംവിധാനം വന്നല്ലോ ഈ കാലത്ത്. ആ കാലത്ത് വന്ന ഓരോരുത്തരുമാണ് CPM-നും ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ DYF-ഒക്കെ എതിരായിട്ട് മൃഗീയമായ കൊലപാതകവും വെടിവെപ്പും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇതും അത് തന്നെയാണ് സംഭവം. അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കയറി നിന്നിട്ട് വേറെ എന്തെങ്കിലും വിശദീകരിക്കുകയാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. വസ്തുതാപരമായിട്ട് കാര്യം ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും ക്ലീൻ ചീറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ഉണ്ടായ സംഭവം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലാണ്. രവതാ ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ IPS ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് 2 ദിവസം മുമ്പാണ്. അവിടെ അദ്ദേഹത്തിന് തലശ്ശേരിൻ്റെയോ കണ്ണൂരിൻ്റെയോ ഭൂമിശാസ്ത്രമോ രാഷ്ട്രീയമോ ഒന്നും മനസ്സിലായിട്ടുള്ള ഒരാളല്ല. അത് ആന്ധ്രക്കാരനാണ് തന്നെ. സ്വാഭാവികമായിട്ട് അവിടെ വന്നപ്പോൾ 2 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ എല്ലാവരും ഉണ്ട്. 2 മണിക്കൂർ മുമ്പേ ഉണ്ട്. അപ്പോഴേ ഇദ്ദേഹമുണ്ട്. യഥാർത്ഥത്തിൽ വെടിവെപ്പും അതുപോലെ ലാത്തി ചാർജും എല്ലാം നടന്നത് അവന് നേതൃത്വം കൊടുത്തത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവിടെ TT ആൻ്റണിയും അതുപോലെ തന്നെ പോലീസ് ഹക്കീം ബത്തേരിയാണ്. ഇവർ 2 പേരാണ് നടത്തിയിട്ടുള്ളതെന്നറിയാം. കോടതി തന്നെ ഇവരെല്ലാം ഈ രവതാ ചന്ദ്രശേഖരനൊക്കെ മുമ്പ് തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കിയതാണ്. കമ്മീഷൻ വെച്ച് പരിശോധിച്ചതാണ്, കമ്മീഷനും ഒഴിവാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലും എന്തെങ്കിലും ഒരു കുറ്റവാളിയാണ് എന്ന് പറയാത്തിടത്തോളം കാലം അദ്ദേഹം കുറ്റവാളിയാകുന്നില്ല. ആരോപിതമായിരുന്നു, കേസിൽ പ്രതിയായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ കേസിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചപ്പോഴാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ കമ്മീഷനും ഒഴിവാക്കി, അതുപോലെ തന്നെ കോടതി ഒഴിവാക്കി. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അത് മനസ്സിലാവാണ്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് രക്തസാക്ഷിയുടെ പേരും പറഞ്ഞാൽ യാതൊരു കാര്യമില്ല.